നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ കണ്ടന്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ബെനഫിറ്റ്സ് ഓഫ് ഫാസ്റ്റിംഗ്, അതായത് നോമ്പ് അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏകദേശം എല്ലാ മതങ്ങളും വ്രതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇന്ത്യയിലാണെങ്കിൽ ഇസ്ലാം മതവും ക്രിസ്തു മതവും പിന്നെ ഹിന്ദു മതവും ബുദ്ധമതവും ജൈനമതവും ഇതിലെ എല്ലാ മതത്തിലും എന്ത് ചെയ്യുക, ചില പ്രാധാന്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഇത്ര ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര മാസങ്ങളുടെ രീതിയിൽ വ്രതത്തിൻ്റെ രീതിയിൽ പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു മതവിഭാഗമാണ് ഒന്ന് ഈ മുസ്ലിം മതത്തിലുള്ള വ്രതം. അവർക്ക് ഈ മുസ്ലിം മതത്തിലെ വ്രതം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു മാസം ഫുൾ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ ഹിന്ദു മതക്കാരും തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ ശബരിമല സീസണോടനുബന്ധിച്ചോ 30 ദിവസം 40 ദിവസം 50 ദിവസമൊക്കെ വ്രതം അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. അത് ക്രിസ്തു മതത്തിലും അവരെ പല ഘട്ടങ്ങളിലും വ്രതം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ വ്രതം അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങുള്ള ബെനഫിറ്റ്സ് ആണ് ചർച്ച ചെയ്യുന്നത്. ഈ ഫാസ്റ്റിങ്ങിൻ്റെ ചെറിയൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക, മാത്രമല്ല ഒന്ന് ഫിൽട്ടർ ചെയ്യുക, ബോഡിനും മനസ്സിനും ഫിൽട്ടർ ചെയ്യുന്ന അതിന് പ്രധാനമായിട്ടൊരു അന്തസത്ത ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫുഡ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കഴിക്കുന്ന വെള്ളത്തെ കൺട്രോൾ ചെയ്യാൻ ഫാസ്റ്റിംഗ് പെടുത്തും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ആണ്. കാരണം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ പൊണ്ണത്തടി. അപ്പോൾ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ പൊണ്ണത്തടി എന്നുള്ളത്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായ ഭക്ഷണ രീതികൾ, പ്രത്യേകിച്ച് ഒരു ദിവസം തന്നെ 4-5 തവണ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അസമയങ്ങളെ ഭക്ഷണം, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ പ്രധാന അല്ലെങ്കിൽ ഫാസ്റ്റിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് വെയിറ്റ് ലോസിന്. ഒരു ഫുഡിങ്ങിന് അച്ചടക്കം വരുന്നതോടുകൂടി ഘട്ടം ഘട്ടമായി ഏത് തടിച്ച ആളുകളും ചെറിയൊരു മാറ്റമെങ്കിലും ഫാസ്റ്റിങ്ങിന് വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് ബെറ്റർ ഡൈജഷൻ, നമ്മുടെ ഈ ദഹന പ്രക്രിയ. നമുക്കറിയാം, നമ്മൾ അശാസ്ത്രീയമായി ഒരു ദിവസം 4-5 തവണ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയക്ക് യാതൊരു റെസ്റ്റുമില്ല. ഇപ്പോൾ ഈ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, രാത്രി 8-10 മണിക്കൊക്കെ രാത്രി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് ആ ഉടനെ തന്നെ ഉറങ്ങുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ ആളുകളെ ശരീരത്തിൽ ഒരിക്കലും ഈ ഡൈജസ്റ്റിന് റെസ്റ്റ് നിൽക്കുന്നില്ല. കാരണം ആൾ ഉറങ്ങുന്ന സമയത്തും എന്ത് ചെയ്യുക, ഈ ദഹന പ്രക്രിയക്ക് വേണ്ടി ശരീരം ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ബെറ്റർ ഡൈജഷന് വേണ്ടി എന്ത് ചെയ്യുക, ഈ ഒരു കൃത്യമായിട്ട് വ്രതം അനുഷ്ഠിക്കുമ്പോൾ 8-10 മണിക്കൂർ തീരെ ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഗട്ടർ സിസ്റ്റത്തിൻ്റെയും ടോട്ടൽ റെസ്റ്റ് എടുക്കാനും അടുത്ത തവണ നല്ല രീതിയിൽ നല്ല എനർജറ്റിക് ഒരു പവർ വർക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മോർ എനർജി. നമുക്കറിയാം, ശരീരത്തിൽ എനർജി നമുക്കറിയാം. ചില ആളുകളെ കണ്ടാൽ നല്ല എനർജറ്റിക് ആയിരിക്കും, ഒരു സംസാരത്തിലും പ്രവർത്തനത്തിലും ചടുലത തോന്നും. അതാണ് എനർജി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഉണർന്നിരിക്കുന്ന എല്ലാ സമയത്തും നല്ല ഒരു പവറിൽ നിൽക്കുന്ന എനർജി. ഈ എനർജി ലെവൽ കൂടാൻ ഒരു കാരണം എന്ത് ചെയ്യുക, ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റത്തുള്ള ബോഡിക്കൊന്ന് റെസ്റ്റ് കൊടുക്കുമ്പോഴേയും ബോഡി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് ഷാർപ്പ്നർ മൈൻഡ്. മനസ്സിനെ വല്ലാതെ ഒന്ന് ഷാർപ്പാവും. കാരണം ഈ ഏത് മതസ്ഥരാണെങ്കിലും ഈ ഫാസ്റ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്, മനസ്സിനൊന്ന് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ തെറ്റായ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ നമ്മളെ മനസ്സൊന്ന് ഷാർപ്പാകാനും ഒരു എന്ത് ജോലിയും ഫോക്കസ്ഡായി ചെയ്യാൻ സാധ്യത നല്ല രീതിയിൽ നമുക്ക് കഴിയും. മറ്റൊന്നാണ് ലോവർ ബ്ലഡ് ഷുഗർ. നമ്മുടെ രക്തത്തിൽ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗറിൽ വേരിയേഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ഭക്ഷണത്തിൻ്റെ കണ്ടന്റ് ആദ്യം കയറി ബ്ലഡിലേക്കാണ് കയറുക. അപ്പം രക്തത്തിലെ ഷുഗറിൻ്റെ പഞ്ചസാര അളവ് കൂടിയും കുറഞ്ഞും നിൽക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും, ഫാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് കുറയാനും പിന്നെ നോർമൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഡയബറ്റിക് രോഗികൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ഈ ഫാസ്റ്റിംഗ് എന്ന രീതി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. മറ്റൊന്ന് റെഡ്യൂസ്ഡ് ഹങ്കർ. എന്ത് ചെയ്യുക, വിശപ്പിനെ കൺട്രോൾ ചെയ്യുക. അപ്പം നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ വിശപ്പ് എന്താണെന്ന് ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. കാരണം എന്നാലും ഒരു 40-50 വർഷം മുമ്പ് ജീവിച്ച പല ആളുകളും വിശപ്പിനെ കുറിച്ചും അന്നത്തെ പഞ്ഞകാലത്തെ കുറിച്ചും ഒരുപാട് ഇപ്പം കഥകൾ പറയാറുണ്ട്. അപ്പം ഈ വിശപ്പിനെന്ത് ചെയ്യുക, ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനും വിശപ്പിനൊന്ന് എന്ത് ചെയ്യുക, മനസ്സിനെ കൊണ്ടൊന്ന് പിടിച്ചു നിർത്താനൊക്കെ ഒരു പ്രാക്ടീസാണ് എന്ത് ചെയ്യുക, ഈ ഫാസ്റ്റിങ്. ഇത്രയുള്ളൂ. ഈ വിശപ്പ് എന്താണെന്ന് അറിയണം. ബോഡി ഒന്ന് വിശന്നാൽ തന്നെ എന്ത് ചെയ്യും, ബോഡിയിൽ ഒരുപാട് ഫിൽട്രേഷൻ, ഒരുപാട് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു ബെനിഫിറ്റ് ആണ്, ഈ വിശപ്പിനെ കുറിച്ചൊന്നും അറിയാൻ നമുക്ക് പറ്റും.
മറ്റേ ഹെൽത്തി ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. ഹൃദയാരോഗ്യം എന്ന് പറഞ്ഞാൽ ഹൃദയം നമുക്കറിയാം, നമ്മൾ അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 3-4 മാസമായ സമയത്ത് മുതൽ വർക്കിംഗ് ചെയ്യുന്നതാണ് ഹൃദയം. ഇത് എന്ത് ചെയ്യും, നമ്മൾ മരണം വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓവർ ഫുഡ് കഴിക്കുക, ഓവർ പൊണ്ണത്തടിയിലേക്ക് വന്നെന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യേണ്ട കടമ ഉത്തരവാദിത്വം എന്ത് ചെയ്യുക ഹാർട്ടാണ്. അപ്പോൾ ഹാർട്ട് എന്ത് ചെയ്യും, ഒരുപാട് പ്രയാസപ്പെടും. എന്നാൽ നിങ്ങളൊന്ന് മെലിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഫുഡൊന്ന് കൺട്രോൾ ചെയ്ത് മെലിയുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ ബോഡീൻ്റെ ഒരു വോളിയം ഒന്ന് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഹാർട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്ന് സ്ട്രോങ്ങർ വിൽ പവർ, മനസ്സിൻ്റെ പവർ. ഇന്ന് മലയാളികൾക്ക് ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ് എന്ത്, മനസ്സിൻ്റെ ശക്തി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക മാനസിക ശക്തി കമ്മിയാണ്. എന്ത് ചെയ്യുക, ഇതെന്ത് ചെയ്യുക, ഈ ഏത് മതസ്ഥരാണെങ്കിലും ഈ ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൈൻഡിൻ്റെ പവർ ഒന്ന് കൂടും. അതായത് ഫാസ്റ്റിംഗ് പഠിപ്പിക്കുന്നത് നമ്മളെ ചിന്തകളും ഫുഡ് കൺട്രോൾ ചെയ്യുക മാത്രമല്ല, നമ്മളെ ചിന്തകളെ എന്ത് ചെയ്യുക, പോസിറ്റീവ് ചിന്തകളും കാര്യങ്ങളും മാത്രം ചിന്തിക്കാൻ, നല്ലത് മാത്രം ചിന്തിക്കാൻ മനസ്സിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഫാസ്റ്റിംഗ് നമുക്ക് ലഭിക്കാവുന്ന മറ്റൊരു ബെനിഫിറ്റാണ് എന്ത്, നമ്മളെ വിൽ പവർ, മനസ്സിൻ്റെ ഒരു മൈൻഡിൻ്റെ ഷാർപ്നെസ് കൂടാൻ സാധ്യത ഉണ്ട്. മറ്റൊന്ന് ബെറ്റർ സ്ലീപ്പ്, ഉറക്കം. വളരെ എല്ലാ വീഡിയോയിലും പറയുന്ന ഉറക്കം എന്ന് പറയാറുണ്ട്. കാരണം ഒരു ഹെൽത്തുമായി ഹെൽത്ത്, ആരോഗ്യവും ഉറക്കവും തമ്മിൽ പരസ്പര കണക്റ്റഡാണ്. ഉറക്കത്തിൽ എന്ത് മിസ്സിങ് വന്നാലും ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിക്കും. നമ്മൾ നല്ല രീതിയിൽ ഫാസ്റ്റിംഗ് എടുക്കണേ ബോഡി ഒന്ന് ക്ഷീണിക്കും. അപ്പോൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രാത്രി നല്ല രീതിയിൽ ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ മറ്റൊന്ന് ഈ റെഡ്യൂസ് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്, ബോഡിയിലെ നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ ചുരുക്കം പറയാത്തുള്ളൂ. നമ്മൾ ചില ദിവസങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കൈയിൻ്റെ വേദന, കാലുവേദന, ബാക്ക് വേദന, ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദനകളുണ്ടോ. ഈ വേദനയുടെ കാരണം ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്. അവിടെ നീർ കെട്ടി കിടന്നിട്ട് അതിനെതിരെ ശരീരം പ്രതികരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോഡിയിലൊരു വേദന വരുന്നത്. ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ പ്രധാന കാരണം ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ്, അമിതമായിട്ടുള്ള ഭക്ഷണം. ഈ ഭക്ഷണം ഒന്ന് കുറച്ചാൽ തന്നെ എന്ത് ചെയ്യും, ബോഡിയിലെ ഇൻഫ്ലമേഷൻ ഒന്ന് റെഡിയാവും. മാത്രമല്ല ഭക്ഷണം കുറച്ചിട്ട് ഒരു ദിവസം അരമണിക്കൂറെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നിങ്ങളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് മാറും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ ചെയ്യേണ്ടത് ഫുഡ് നിയന്ത്രിക്കാൻ മാത്രമല്ല ചെയ്യേണ്ടത്, ഫാസ്റ്റിംഗ് മാത്രമല്ല ചെയ്യേണ്ടത്, ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ചെറിയ തരത്തിലുള്ള നല്ല എക്സസൈസുകൾ ചെയ്ത് എന്ത് ചെയ്യും, ടോട്ടൽ നിങ്ങളുടെ ബോഡി മാറും. പിന്നെ ഫാസ്റ്റിംഗ് കൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റാണ് സേവ് ടൈം ആൻഡ് മണി. കാരണം നമുക്കറിയാം മിക്ക ആളുകളും ഇപ്പോൾ വീട്ടമ്മമാർ മിക്ക സമയത്തും അടുക്കളയിലായിരിക്കും. മിക്ക വീട്ടമ്മമാരുടെ ലൈഫ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും അടുക്കളയിലാണ്. ഫുൾ ടൈം വർക്കിലായിരിക്കും അവർ, പല ജോലികൾ. ഈ ഫാസ്റ്റിംഗ് വീട്ടിൽ ഒന്നിച്ച് ഫാസ്റ്റിംഗ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലൊരുപാട് പല ജോലികൾ രക്ഷപ്പെടാൻ ടൈം മാനേജ്മെൻറ്റിന് പറ്റും. മറ്റേ സാമ്പത്തികം, ഈ അശാസ്ത്രീയമായിട്ടുള്ള ഫുഡിങ്, അല്ലെങ്കിൽ ഒരു ദിവസം 5-6 തവണ ഫുഡ് അടിച്ചുകൊണ്ടേയിരിക്കും, ഒരുപാട് എക്സ്പെൻസ് വരിക. എന്ത് ചെയ്യുക, ചില ആളുകളുണ്ട് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കുന്ന ചില ഫാമിലികൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാം. അവരുടെ ഹോബി എന്താ, ഫുൾ ടൈം ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. ഈ ചിന്തയിൽ നിന്ന് മാറണം, നമ്മൾ ബോധപൂർവ്വം മാറണം. കാരണം നമ്മളെ ഇന്നുള്ള ഈ പ്രശ്നത്തിൻ്റെ, ഇന്ന് നമ്മുടെ ആളുകളിലെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാ കാരണം ഓവർ ഫുഡിങ്ങാണ്. അല്ലെങ്കിൽ ഒരു ആശുപത്രി എടുത്ത് നോക്കുക, ഒരു ആശുപത്രിയിൽ 100 രോഗികളെടുത്താൽ 60 രോഗികളും അശാസ്ത്രീയമായുള്ള ഫുഡിങ്, റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ജീവിച്ചുകൊണ്ട് അവർ രോഗികളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷ നടപ്പം എന്ത് ചെയ്യുക, ബോധപൂർവ്വം എന്ത് ചെയ്യുക, ഫാസ്റ്റിംഗ് എന്ന കൺസെപ്റ്റ് കുടുംബങ്ങളിൽ കൊണ്ടുവരിക. നിങ്ങളെ മതം പറയുന്ന രീതിയിൽ നല്ല ഫാസ്റ്റിംഗ് നിങ്ങളുടെ വീട്ടിൽ കമ്പൽസറി നിർബന്ധ രീതിയിൽ നടപ്പിലാക്കുന്ന രീതിയിൽ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ ഹെൽത്തും ഒരുപാട് ബെനിഫിറ്റ് അത് വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി, നമ്മളെ രോഗപ്രതിരോധ ശേഷി. ശേഷിയാണ് നമ്മുടെ ശരീരത്തിലൊക്കെ പ്രതിരോധ അണുക്കളുണ്ട്. പുറത്തുനിന്നുള്ള പല അണുക്കൾ വരുന്ന സമയത്ത് പ്രതിരോധിച്ച് നിൽക്കാൻ ചില ആളുകൾ കണ്ടില്ല. ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അസുഖം തന്നെ അവർക്ക് വരില്ല. ചിലപ്പോൾ 8-10 വർഷം ഒരു അസുഖം വരാത്ത ആളുകളുണ്ടായിരിക്കും. അതാണ് അവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. എന്നാൽ ചില ആളുകളാണ് ഓരോ മാസത്തിൽ 2-3 തവണ പനിയൊക്കെ വരുന്ന പല അസുഖങ്ങളും വരുന്ന ആളുകളുണ്ട്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടാൻ എന്ത് ചെയ്യും, ഈ ഫാസ്റ്റിംഗ് കാരണമാണ്. അപ്പോൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഹെൽത്തി ആയി നിങ്ങൾ ഫാമിലി ജീവിക്കുന്ന ഏറ്റവും നല്ലൊരു പോയിന്റാണ് ഫാസ്റ്റിംഗ്. നിങ്ങളെ ഓരോ മതങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. വീടുകളിൽ കമ്പൽസറി ആക്കി ഫാസ്റ്റിംഗ് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ നിൽക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.